മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്കുള്ള വീടുകളുടെ ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടികയിലും കല്ലുകടിയാണ്. അർഹരായ പലരും പുറത്തായി എന്നാണ് പരാതി. 3 പതിറ്റാണ്ടായി താമസിച്ചിരുന്ന പാടി ഉൾപ്പെടെ ഉരുളെടുത്തിട്ടും CPI ലോക്കൽ സെക്രട്ടറി കൂടിയായ പ്രശാന്ത് ചൂരൽമല ഉൾപ്പെടെ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ്. സുർജിത്ത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ അന്തിമ ഗുണഭോക്തൃ പട്ടിക പുറത്തുവന്നു. ടൗൺഷിപ്പിലെ വീടിനായി 49 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അർഹരായ പലർക്കും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പരാതിയാണ് പൊതുവെ ഉയരുന്നത്. അത്തരത്തിൽ ഒരാളാണ് CPIയുടെ ലോക്കൽ സെക്രട്ടറി കൂടിയായ ദീർഘകാലമായി, അതായത് ഏതാണ്ട് 30 വർഷത്തോളമായി ഇവിടുത്തെ ചൂരൽമലയിൽ നിന്നും അട്ടമലയിലേക്ക് പോകുന്ന ആശുപത്രി പാടിയിൽ താമസിച്ചിരുന്ന ആ സ്ഥലം മൊത്തം തകർന്നുപോയി. അവിടെയുള്ള പ്രശാന്ത് എന്ന് പറയുന്ന CPIയുടെ ലോക്കൽ സെക്രട്ടറി, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ പരാതി, നിങ്ങളുടെ ആക്ഷേപം എന്താണ്? ഞാൻ കഴിഞ്ഞ ആ സമയത്ത് അവിടെ 30 വർഷക്കാലമായി ആ ആശുപത്രിപ്പാടി എന്ന ലൈനിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലൈന് മുഴുവനായും 30-ാം തീയതി അർദ്ധരാത്രിക്ക് വാഷ് ഔട്ടായതാണ്. ജസ്റ്റാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് വളരെ ഒരു ഡ്രസ്സ് മാത്രം ഇട്ട് ഞങ്ങൾ മേപ്പാടിലോട്ട് പോയ ആൾക്കാരാണ്. അന്ന് മുതൽ കരട് ലിസ്റ്റിൽ വാഷ് ഔട്ട് എന്ന രീതിയിൽ ഞങ്ങൾ 2 ലിസ്റ്റിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ലിസ്റ്റിലൊന്നും ഞാൻ വന്നില്ല. അനവധി പരാതികൾ മിനിസ്റ്റർ അടക്കം ഉൾപ്പെടെ, റവന്യൂ മിനിസ്റ്റർ ഉൾപ്പെടെ, കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മൾ പരാതി കൊടുത്തതാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിനെ പറ്റി ഒരു 4 ലക്ഷം രൂപ വാങ്ങി എന്നാണ്. ഇതിപ്പോൾ നനഞ്ഞ് നിങ്ങൾക്കറിയാം, ഇത് വീഴാനായി. ഇത് 4 ലക്ഷം രൂപ അന്ന് വാങ്ങിച്ചിട്ട് സത്യമാണ്. ഇപ്പോൾ 10 വർഷമായി. ഇവിടെ വീട് വെക്കാനൊന്നും അന്ന് ഈ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിയില്ല. ഇപ്പോൾ 49 ആളെ പട്ടികയും കൂടി ലാസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആ പുറത്ത് വന്നത് നമ്മളെ അതേ കാറ്റഗറി, അതായത് പ്രശാന്ത് ചാമക്കാട് വാങ്ങിയതുപോലെ തന്നെ 4 ലക്ഷം വാങ്ങിയ ആളുകൾ ഇതിനകത്ത് 49-നകത്ത് പേര് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളത് മാത്രം ഈ ലിസ്റ്റിന് വരാതിരിക്കുമ്പോൾ മനഃപൂർവ്വമായി ഒഴിവാക്കിയതുപോലെയാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വീട് വന്ന് നോക്കിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. എല്ലാം നഷ്ടപ്പെട്ട് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത ആളുകൾ ഇതിന് ഇടം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ കിട്ടുന്നവർക്കൊക്കെ കിട്ടിക്കോട്ടെ, നമുക്കതിലൊരു ആക്ഷേപമോ പരാതിയോ ഇല്ല. 1 വർഷക്കാലമായി എല്ലാ ഓഫീസുകളിലും കയറി ഇറങ്ങുക. നമുക്ക് ഇതുവരെ ഒരു നീതി ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞാനത് കേസിന് പോകും. ഈ ലിസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഇത് സ്റ്റേ അടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടത് വരും. പ്രശാന്തിനെ അടക്കം ഒഴിവാക്കാനുള്ള കാരണം ലൈഫ് പദ്ധതി പ്രകാരം 4 ലക്ഷം രൂപ കൈപ്പറ്റി ഇങ്ങനൊരു വീട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വീട് കണ്ടാൽ തന്നെ അറിയാതെ ഒട്ടും വാസയോഗ്യമല്ലാത്ത വീടാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടും. ആകെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വള്ളിപ്പടർപ്പും ഒരിക്കലും താമസയോഗ്യമല്ലാത്തൊരു സ്ഥലത്താണ് ഈ വീടുള്ളത്. എന്തായാലും ഇവിടെ വന്നൊരു ഫിസിക്കൽ പരിശോധന നടത്തിയാൽ പോലും ഇദ്ദേഹത്തിന് താമസിക്കാൻ കഴിയാത്ത വിധത്തിലാകും കാര്യങ്ങൾ എന്നുള്ളത് ബോധ്യപ്പെടും. അർഹരായ നിരവധി പേർക്ക് വീട് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ് ഉയർത്തുന്നത്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് വിവിധ ആക്ഷൻ കൗൺസിലുകളും ഇത്തരത്തിൽ ആക്ഷേപമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. മനു ദാമോദരനൊപ്പം ചൂരൽമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. നമ്മൾ ആ വയനാട് ദുരന്തത്തിന്റെ 1ാം വാർഷികത്തിനോട് പോയപ്പോൾ പ്രശാന്ത് ഏട്ടനെ അടക്കമുള്ളവരെ കണ്ടതാണ്. പാവം മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജീവിതത്തിന്റെ അതിസങ്കീർണതകൾക്കിടയിലും നാടിനു വേണ്ടിയൊക്കെ നിൽക്കുന്ന മനുഷ്യന്മാരാണ്. അവിടുത്തെ ദീർഘകാലമായ ലോക്കൽ സെക്രട്ടറിയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് CPIയുടെ. അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള എന്ത് പട്ടികയാണ് ഇപ്പോഴും? ആ പട്ടിക ഇപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ ഇത്രയും ദിവസമാകുന്നുണ്ട്. അന്തിമ പട്ടിക വരുമ്പോഴും ഇപ്പോഴും അവിടെ ഈ പറഞ്ഞ പട്ടികയ്ക്ക് പുറത്തുള്ള ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇപ്പോഴും ഒരു ഫുൾ പ്രൂഫായ പട്ടിക പോലും തയ്യാറാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.